ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ BNS എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. BNS എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത. നമ്മുടെ IPCനെ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു നിയമമാണ് BNS. ഈ BNS എന്ന് പറയുന്നത് ക്രിമിനൽ ലോൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മുടെ ലോനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സിവിൽ ലോയും ക്രിമിനൽ ലോയും. ഈ സിവിൽ ലോൻ്റെ അണ്ടറിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഫാമിലി ലോ, ടോർട്ട് ലോ, ഇതൊക്കെ സിവിൽ ലോൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ക്രിമിനൽ ലോൻ്റെ അണ്ടറിൽ വരുന്നതാണ് IPC, CRPC, കേരള പോലീസ് ആക്ട്. IPCയുടെ പകരമുള്ളതാണ് BNS, ഭാരതീയ ന്യായ സംഹിത. CRPCയുടെ പകരമുള്ളതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് ഇനാക്ട് ചെയ്തത് 1860 1860 ഈ നിയമം പാസ്സാക്കിയത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1862 1862 ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ഫസ്റ്റ് ലോ കമ്മീഷനായ 1834 ചെയർമാൻഷിപ്പ് ഉണ്ടായിരുന്നത് TB മക്വാളയ്ക്കാണ്. ഈ TB മക്വാളയുടെ നേതൃത്വത്തിലാണ് IPC ഡ്രാഫ്റ്റ് ചെയ്തത്. ഈ IPC നിലവിൽ വരുമ്പോൾ 23 ചാപ്റ്റേഴ്സും 511 സെക്ഷൻസും ഉണ്ടായിരുന്നു. ഈ IPC നിലവിൽ വരുമ്പോൾ ഏതൊക്കെ കുറ്റങ്ങളാണോ ചെയ്തത് അതിനുള്ള എല്ലാ പണിഷ്മെൻറ്റ്സും അന്നത്തെ കാലത്ത് എന്തൊക്കെയായിരുന്നു അതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ മാറി വന്നപ്പോൾ ഇപ്പോൾ കണ്ടംപററി സൊസൈറ്റിയിൽ ഡിജിറ്റൽ വേൾഡാണിപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ക്രൈംസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈംസിനൊന്നും പണിഷ്മെൻറ്റ് ഈ IPCയിലില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്രൈംസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് BNSൽ ഓരോ പണിഷ്മെൻറ്റ്സും ഓരോ സെക്ഷൻസും ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ BNS നിലവിൽ വരുമ്പോൾ അതിൽ IPCയുടെ 23 ചാപ്റ്റേഴ്സ് എന്നുള്ളത് BNSൽ 20 ചാപ്റ്ററായി. അതുപോലെ സെക്ഷൻസ് 358 സെക്ഷനായിട്ട് കുറയും ചെയ്തു. IPCയെ റീപ്ലേസ് ചെയ്തിട്ട് BNS വന്നപ്പോൾ അതിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. IPCയിൽ അന്നത്തെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിൽ പല കാര്യങ്ങളും ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളൊക്കെ IPCയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് BNSലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡിജിറ്റൽ ക്രൈംസ്, സൈബർ ക്രൈംസ്, ഇതെല്ലാം BNSൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ BNS ജൂലൈ 1, 2024 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷമുള്ള കേസുകൾ ഫുള്ള് BNSൻ്റെ സെക്ഷൻസിലാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം BNSനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് BNS എന്നുള്ളതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ IPC തന്നെയാണ് BNS. IPCയെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് BNS. അപ്പോൾ ഇനി നമുക്ക് BNSലെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം.